ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ സ്കൂൾ ഡേയ്സിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. പണ്ട് നമ്മളുടെ 90s കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വീറ്റായിരുന്നു പാൽക്കട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാൽ ഗോവ എന്നും പറയും. എല്ലാ കടയിലും നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്വീറ്റായിരുന്നു ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കടയിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടുന്നുണ്ടായാലും ഇല്ലെങ്കിലും നമുക്കിത് വീട്ടിൽ നിന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ സ്വീറ്റ് നമ്മുടെ കുട്ടികൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എന്തായാലും ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ഫുള്ള് വേണ്ട, 1 കപ്പിനെക്കാട്ടും കുറച്ച് കുറവ്, ഒരു 1/4 കപ്പും കുറച്ച് കൂടുതലുമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൈദയും നെയ്യും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മൈദ നന്നായിട്ട് നെയ്യിൽ മിക്സ് ആവുകയും വേണം, കട്ടയൊന്നും പിടിക്കാതെ മിക്സ് ആവുകയും വേണം. അതുപോലെ ആ മൈദയുടെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പം ഞാനിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഇത് വല്ലാതെ അങ്ങ് ലൂസായിട്ട് തോന്നി. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടിട്ട് അതിനുശേഷം ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത്. എല്ലാ പഞ്ചസാരയും കൂടി ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ചാക്കി എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ട് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റാണ്, അത്രയ്ക്കും സോഫ്റ്റായ ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ട്. ഇത് പണ്ടെപ്പോഴോ ഞാൻ ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയത് എടുത്തു വെച്ചതാണ്. ഇതില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആക്കി വെച്ച കൂട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു മോൾഡിലാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഓൾറെഡി നെയ്യ് ഇതിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുറച്ചായി എടുത്ത് ഈ മോൾഡിൽ ഞാൻ അമർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും എൻ്റെ അടുത്ത് കുറച്ചുകൂടി ബാക്കിയുണ്ട് ആ കൂട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള കൂട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി സോഫ്റ്റ് ആയ ഒരു സാധനമാണ്. ഞാനിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇത് നല്ല സോഫ്റ്റാണ്, നമ്മൾ ഐസ് പോലെയൊന്നും കട്ടയാവില്ല. ഇത് നമുക്ക് പാത്രത്തിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്തൊന്ന് തട്ടിയാൽ ഇത് തനിയെ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ മോൾഡിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ടു. പക്ഷെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കിയത് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുത്തിട്ട് ജസ്റ്റ് പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. അത് തനിയെ താഴേക്ക് തട്ടി വീണോളൂ. കണ്ടോ? ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് മുറിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് മുറിക്കുക. കാരണം അത്രയ്ക്കും സോഫ്റ്റ് ആയ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മുറിക്കുമ്പോൾ സൂക്ഷിച്ച് നല്ല വൃത്തിയിൽ മുറിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത് സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര സോഫ്റ്റായ സാധനമാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. മോളിനോടൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്?